ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സമയത്ത് ഞങ്ങളുടെ ഈ മനോഹരമായ ഗാനങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ എല്ലാ നാട്ടുകാർക്കും സഹോദരീ സഹോദരന്മാർക്കും ഞങ്ങളെ ദൂരത്തും ചാരത്തുമായും വീടുകളിലും വീടുകളിലുമായി ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങൾ സ്വാഗതം എല്ലാവരെയും ഞങ്ങൾ വന്ദനം ചെയ്തുകൊള്ളുന്നു. ധനവിച്ചോരം ലിവിംഗ് വേ മിനിസ്ട്രിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായ ലഹരി വിരുദ്ധ സന്ദേശയാത്രയും സുവിശേഷ പ്രഭാഷണത്തിലേക്കും നിങ്ങളുടേതായ ജീവിതത്തിൻ്റെ വിലപ്പെട്ടതായ ചില സമയങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളാണ് ഞാൻ എടുത്ത് ഉദ്ധരിച്ചത്. ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു കഥാപാത്രമാണ് സക്കായി. കൊച്ചുകുട്ടികൾക്ക് പോലും അനേക ഗാനങ്ങൾ കൂടിയും കൊച്ചു കൊച്ചു പാട്ടുകളിൽ കൂടിയും മനുഷ്യൻ്റെ മനസ്സിലേക്ക് പതിഞ്ഞതായ ഒരു വ്യക്തിയാണ് സക്കായി, ചുങ്കക്കാരൻ സക്കായി. ആ സക്കായിയോടുള്ളതായ അനുഭവത്തിൽ കർത്താവ് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ കടന്നു വന്നിട്ട് പറഞ്ഞതായ ഒരു വേദവചനമാണ് ഞാൻ എടുത്ത് ഉദ്ധരിച്ചത്. എരിഹോം എന്ന് പറയുന്ന പട്ടണത്തിൽ കൂടി യേശു കടന്നു വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട്, യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ കൊതിച്ചുകൊണ്ട് സക്കായി യേശുവിനെ ഒന്ന് കാണാനായിട്ട് ശ്രമിച്ചു. സക്കായി എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യൻ്റെതായ വീക്ഷണത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഒരു വിജാതീയനായിട്ടോ ദൈവത്തെ അറിയാത്തതായ ഒരു മനുഷ്യനായിട്ടോ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിത്രം വരാറുണ്ട്. എന്നാൽ സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹവും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ദൈവാലയത്തിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നുണ്ട്, പാവിയായ ചുങ്കക്കാരനായ ഒരു മനുഷ്യനും പരീശനും പ്രാർത്ഥിക്കാനായി പോയ ഒരു സംഭവവും വേദപുസ്തകത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവരെ സംബന്ധിച്ച് സമൂഹം അവരെ വളരെ അറുപ്പോടെ വെറുപ്പോടെ എന്തുകൊണ്ട് സക്കായി അല്ലെങ്കിൽ ചുങ്കക്കാരെ കണ്ടിരുന്നു എന്ന് ചോദിച്ചാൽ, റോമ ഗവൺമെൻറ്റിന് വേണ്ടി ചുങ്കം പിരിക്കുന്നത് കൊണ്ട് അവർക്ക് നിശ്ചയിച്ചിരിക്കുന്നതായ ചുങ്കത്തിൽ നിന്ന് ഇരട്ടിയായി, 2 ഇരട്ടിയായി, 3 ഇരട്ടിയായി ജനങ്ങളിൽ നിന്ന് പിരിക്കുന്നത് കൊണ്ടും അവരെ സമൂഹം വളരെ വെറുപ്പോടെ അറുപ്പോടെ കണ്ടിരുന്നതായ ഒരു സമൂഹമായിരുന്നു ചുങ്കക്കാരെന്ന് പറയുന്നത്. ഈ മനുഷ്യന് യേശു എങ്ങനെയുള്ളവനെന്ന് കാണണമെന്നുള്ളതായ ആഗ്രഹമുണ്ട്. ആരാണ് യേശു, ആരാണ്, എങ്ങനെയാണ് യേശു, എന്തിനാണ് യേശു വന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷിതാവെന്നാണ്. എന്താണ് യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരുടേതായ അഭിപ്രായം? എന്താണ് ലോകത്തിലെ മഹാന്മാരുടെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു, യേശുവിനെ കുറിച്ച് പറയുകയാണ്, അല്ലയോ മഹാത്മാവേ, താങ്കൾ എങ്ങനെയാണ് സ്വതന്ത്ര ഭാരതത്തെ ഭരിക്കുവാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം എൻ്റെ കരങ്ങളുണ്ട്, അതനുസരിച്ചായിരിക്കും ഞാൻ സ്വതന്ത്ര ഭാരതത്തെ ഭരിക്കുവാൻ പോകുന്നത് എന്ന്. യേശുവിനെ കുറിച്ചുള്ള മഹാത്മാഗാന്ധിയുടെ അഭിപ്രായമാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുവാനിടയായി തീർന്നത്. വിശ്വപ്രസിദ്ധ വാഗ്മിയായ സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ യേശുവിൻ്റെതായ പാദപീഠത്തിങ്കൽ ആ മറിയം, അതായത് സുഗന്ധദ്രവ്യം കൊണ്ട് പാദങ്ങൾ പൂശി അവളുടേതായ കണ്ണുനീര് കൊണ്ട് ആ പാദങ്ങളൊക്കെ തുടയ്ക്കുന്നതായ ആ സംഭവം ഒന്ന് വായിച്ചിട്ട് അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ എൻ്റെ കണ്ണുനീർത്തുള്ളുകൊണ്ടാകുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കാലുകൾ കഴുകുന്നത്, എൻ്റെ ഹൃദയത്തിലെ രക്തങ്ങൾ കൊണ്ടാകുമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്ത വാചകം വളരെ വിശ്വപ്രസിദ്ധമാണ്. യേശുവിനെ കുറിച്ചുള്ളതായ പണ്ഡിതന്മാരുടെ ചില അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ രേഖപ്പെടുത്തിയത്. ഇനി ആരാണ് യേശു? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു ക്രിസ്തു വഴിയാകുന്നു. എവിടേക്കുള്ള വഴിയാണ്? നിത്യജീവനിലേക്കുള്ള വഴിയാണ്. യേശു ക്രിസ്തു സത്യമാണ്, വഴിയും സത്യവും നിത്യജീവനുമാകുന്നു. നിത്യജീവനിലേക്കുള്ള വഴി യേശു ക്രിസ്തു മാത്രമാണ്. ആ വഴിയിൽ കൂടി അല്ലാതെ ആർക്കും നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. യേശു ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യേശു ക്രിസ്തു എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും വെളിച്ചമാണ്. നിങ്ങളുടെ ഭവനത്തിൻ്റെ വെളിച്ചമാണ്, എൻ്റെ വെളിച്ചമാണ്, നമ്മുടേതായ രാജ്യത്തിൻ്റെ വെളിച്ചമാണ്. യേശു ക്രിസ്തു ഇന്ന് ഈ ശബ്ദം
ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടേതായ മേഖലകളിൽ ഇരുട്ട് മൂടിക്കിടക്കുകയാണെങ്കിൽ യേശുവിൻ്റെ ഈ സുവിശേഷത്തിൻ്റെ ശബ്ദം നിങ്ങളെ ഒരു വെളിച്ചത്തിലേക്ക് നയിക്കുവാണ്ടിയായിത്തീരും. യേശു ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യേശു ക്രിസ്തു എന്ന് പറയുന്നതായ ആ യേശു ക്രിസ്തു എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ പ്രവചനങ്ങൾ 4000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു എവിടെ ജനിക്കണമെന്നും എങ്ങനെ ജനിക്കണമെന്നും എങ്ങനെ മരിക്കണമെന്നും എങ്ങനെ ശുശ്രൂഷിക്കണമെന്നും വ്യക്തമായ പ്രവചനമുണ്ടായിരുന്നു. പ്രവചിച്ചതുപോലെ യേശു ക്രിസ്തു ജനിക്കുവാനിടയായി തീർന്നു. യേശുവിൻ്റെ ജനനം ഒരത്ഭുതമായിരുന്നു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറയുന്നത് ലോകത്തിലെ ഒരു അത്ഭുതമായിരുന്നു. ഒരു കന്യക ഗർഭിണിയാകുക എന്നുള്ളത്. യേശു ക്രിസ്തു കന്യക ഗർഭിണിയായി യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ബേത്ലഹേമിൽ മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു ജനിക്കുവാനിടയായി തീർന്നു. യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും വളരെ ഗംഭീരമായി യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാനിടയായി തീർന്നത്. യെരുശലേം അദ്ദേഹം യെരിഹോം എന്ന പട്ടണത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, യെരിഹോം എന്ന് പറയുന്ന പട്ടണം ഒരു കാലത്ത് ശപിക്കപ്പെട്ടതായ പട്ടണമായിരുന്നു. യോശുവയുടേതായ കാലഘട്ടത്തിൽ അത് ശപിക്കപ്പെട്ടതായ പട്ടണമായിരുന്നു. യോശുവ ശപിച്ചതുപോലെ ശാപം നിറവേറിയ ഒരു പട്ടണമാണ്. ആ പട്ടണത്തിൽ കൂടിയാണ് യേശു കടന്നു വരുന്നത്. ഇന്ന് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ശപിക്കപ്പെട്ടതായ ഒരു ഭവനമായിക്കൊള്ളട്ടെ, ശപിക്കപ്പെട്ടതായ ദേശമായിക്കൊള്ളട്ടെ, ശപിക്കപ്പെട്ട ഭൂമിയായിക്കൊള്ളട്ടെ, അവിടെ യേശുവിൻ്റെ പാദങ്ങൾ പതിഞ്ഞു കഴിഞ്ഞാൽ ആ പട്ടണം അനുഗ്രഹിക്കപ്പെടുവാണ്ടിയായിത്തീരും, ആ ഭവനം അനുഗ്രഹിക്കപ്പെടുവാണ്ടിയായിത്തീരും. യേശു കടന്നു വരുന്നു എന്ന് കേട്ടുകൊണ്ട് ചുങ്കക്കാരിൽ പ്രമാണിയായ ധനാഢ്യനായ മനുഷ്യൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാനായിട്ട് കൊതിച്ചുകൊണ്ട് അദ്ദേഹത്തിന് യേശുവിനെ കാണുവാനായിട്ട് പ്രധാനമായി 2 തടസ്സങ്ങളുണ്ട്. ഒന്ന്, അവൻ്റെ ജന്മനാ ഉള്ളതായ വൈകല്യം, അവന് പൊക്കക്കുറവുണ്ടായിരുന്നു. 2, അവന് ആ പുരുഷാര നിമിത്തം കാണുവാനായിട്ട് കഴിഞ്ഞില്ല. പ്രിയമുള്ള സുഹൃത്തുക്കളെ, യേശുവിനെ വേണ്ട വിധത്തിൽ അറിയേണ്ട വിധത്തിൽ കാണുവാനോ രുചിച്ചറിയുവാനോ നിനക്കുള്ള തടസ്സങ്ങൾ ഇന്ന് പകൽക്കാലം അത് മാറ്റിവെച്ചിട്ട് യേശുവിനെ ഒന്ന് കാണാൻ ശ്രമിക്കണം. യേശുവിനെ കാണാൻ ശ്രമിച്ച സക്കായി അവൻ മുമ്പോട്ട് ഓടിയിട്ട് ഒരു മരത്തിൽ കയറിയിട്ട് യേശുവിനെ കാണാനായിട്ട് ശ്രമിച്ച സക്കായിയുടെ ജീവിതത്തിൽ നടന്ന സംഭവമാണ് പശ്ചാത്തലമായിട്ട് ഞാൻ ഇവിടെ വായിക്കുവാനിടയായി തീർന്നത്. അദ്ദേഹം മുന്നോട്ട് കടന്നു നിന്നിട്ട് കാട്ടത്തിമേൽ കയറി ആ ഭാഗത്ത് വന്നപ്പോൾ യേശു മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സക്കായിയെ, നീ വേഗത്തിൽ ഇറങ്ങി വരിക. എന്നെ വളരെ ചിന്തിപ്പിച്ചതായ ഒരു കാര്യമാണ്. ആരും കാണാതെ യേശുവിനെ എനിക്കൊന്നും മാത്രം കണ്ടാൽ മതി എന്ന് കൊതിച്ചവന്റെ പേര് പോലും അറിയുന്ന യേശു. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നാം അമ്മയുടെ ഗർഭപാത്രത്തിൽ പിണ്ഡാകാരമായിരുന്നപ്പോൾ തന്നെ നമ്മുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കപ്പെട്ടു എന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുമ്പോൾ ആണ് അവന്റെ പേരുകൾ ഈ ലോകത്തിന്റെ രജിസ്റ്ററിൽ എഴുതപ്പെടുന്നത്. എന്നാൽ നാം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്. ആ ശബ്ദമാണ് തെരുവീതിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പേര് വിളിച്ച് പറഞ്ഞു, സക്കായിയെ, നീ വേഗത്തിൽ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. യേശുവിൻ്റെ എല്ലാ ഷെഡ്യൂൾഡും മാറ്റിവെച്ചിട്ട് അവൻ്റെ ഭവനത്തിലേക്ക് പോയി. യേശു അവൻ്റെ ഭവനത്തിലേക്ക് പോയി. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവനോട് അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന രൂപാന്തരമാണ് പ്രമേയമായിട്ട് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത്. യേശു അവൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ പറയുകയാണ്, കർത്താവേ, ഞാൻ എൻ്റെ വസ്തുവകകളിൽ പാതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കും. പിന്നെ പറയുന്നു, വല്ലതും ചതുവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി മടക്കി കൊടുക്കുമെന്ന്. യേശു അവനോടൊന്നും പറഞ്ഞില്ല. യേശു അവൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മാറ്റമാണ് ഈ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് മാനസാന്തരം എന്ന് പറഞ്ഞാൽ? മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥമായ മാനസാന്തരം എന്ന് പറയുന്നത്. യേശു ഒരുവൻ്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. നാം എന്തിനെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത്, എന്തിനെയാണോ കൂടുതൽ ആരാധിക്കുന്നത്, പാപത്തിൻ്റെതായ പ്രവൃത്തികൾ വിട്ടിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതുവരെ സമ്പത്തിനെ സ്നേഹിച്ച മനുഷ്യൻ, ധനത്തിനെ സ്നേഹിച്ച മനുഷ്യൻ, വസ്തുവകളെ സ്നേഹിച്ച മനുഷ്യൻ, അദ്ദേഹം എല്ലാം മറന്നിട്ട് പറയുകയാണ്, കർത്താവേ, ഞാൻ എൻ്റെ വസ്തുവകകളിൽ പാതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ 100 ഏക്കറുള്ളതായ മനുഷ്യൻ ഇപ്പോൾ 50 ഏക്കർ 50 ഏക്കറും യേശു ദരിദ്രന്മാർക്ക് കൊടുക്കാനായിട്ട് അവൻ തീരുമാനമെടുക്കുവാൻ
തീരുമാനിച്ചു. മാത്രമല്ല അവൻ പറയുകയാണ്, ഞാൻ വല്ലതും ചതുവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി മടക്കി കൊടുക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ 1,00,000 രൂപ ചതുവായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ 4 ലക്ഷം രൂപ അവൻ മടക്കി കൊടുക്കാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. എത്ര ഗംഭീരമായ തീരുമാനമാണ്! അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവന്റെ ഭവനത്തിലേക്ക് വന്ന വ്യക്തിയിൽ, അവന്റെ ഉള്ളിലേക്ക് വന്ന യേശു എത്ര വലുതാണ്! ഈ ലോകത്തിലെ സമ്പത്തിനേക്കാളിലും ധനത്തിനേക്കാളിലും വളരെ വലുതാണ് എൻ്റെ യേശു എന്ന് പറയുന്നത്. അത് മൊത്തം വാരി ദരിദ്രന്മാർക്ക് കൊടുക്കാനായിട്ട് ഒരു തീരുമാനമെടുക്കുന്നത്, അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പ്രിയ സുഹൃത്തേ, യേശുവിനെ കാണാൻ തടസ്സമായിട്ട് നിന്റെ ജോലി ഒരു തടസ്സമായി തീരുന്നുണ്ടോ? നിന്റെ ആ പദവി ഒരു തടസ്സമായി തീരുന്നുണ്ടോ? അതെല്ലാം വിട്ടിട്ട് അതിനേക്കാൾ വലുതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അതിനേക്കാൾ വലുതാണ് രക്ഷ എന്ന് പറയുന്നത്. ഈ രക്ഷ എന്ന് പറയുന്നത് നാം സ്നേഹിക്കുന്ന വസ്തുവിനേക്കാളും, നാം സ്നേഹിക്കുന്ന ജോലിയേക്കാളും, നാം സ്നേഹിക്കുന്ന പദവിയേക്കാളും എല്ലാത്തിനേക്കാളും വലുതാണ് രക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശു അവനോട് പറഞ്ഞത്, ഇവനും അബ്രഹാമിന്റെ മകനെ ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ദൈവം നമുക്ക് സമ്മാനിച്ച ഈ കൊച്ചു ജീവിതം എന്ന് പറയുന്നത്, ലോകത്തിൽ നമുക്ക് ആവശ്യമായതൊക്കെ വേണം, എന്നാൽ അതല്ല, അതിനേക്കാൾ എല്ലാം ഒരിയായിട്ട് നമ്മളെല്ലാം സമ്പാദിച്ചാലും എന്തൊക്കെ നേടിയാലും സ്വർഗരാജ്യം നിത്യജീവൻ പ്രാപിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ ജീവിതം വേസ്റ്റാണ്, ആ ജീവിതം അർത്ഥമില്ലാത്തതാണ്, അത് ശൂന്യമാണ്. വിദ്യാഭ്യാസം വേണം, എല്ലാം വേണം, എല്ലാം നല്ലതാണ്, എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ലഭിച്ച വിദ്യാഭ്യാസത്തെക്കാളും, നമുക്ക് ലഭിച്ച സമ്പത്തിനേക്കാളും, നമുക്ക് ലഭിച്ച വസ്തുവകകളെക്കാളും എല്ലാത്തെക്കാൾ ഉപരിയായിട്ട് യേശുവിനെ സ്നേഹിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ വസ്തുവകൾ പാതി ദരിദ്രന്മാർക്ക് കൊടുക്കുമെന്ന്. അതിൻ്റെ ഒരു വേറൊരു പ്രമാണം കൂടി കിടക്കുന്നുണ്ട്. എന്താണ് ദരിദ്രന്മാർക്ക് കൊടുക്കുന്നത്? യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് തിന്മാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചില്ല. അപ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്, കർത്താവേ, ഞങ്ങൾ എപ്പോഴാ അങ്ങ് ദരിദ്രനായിട്ട്, രോഗിയായിട്ട്, വെള്ളം ദാഹിച്ചവനായിട്ട്, വിവസ്ത്രനായിട്ട് കണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ ചെറിയ മനുഷ്യരിൽ ഒരാൾക്ക് ചെയ്യാത്ത കാലത്തോളം നിങ്ങൾ എനിക്കാണ് ചെയ്യാതിരുന്നത്. നമ്മുടെ സഹജീവികളെ, നമ്മുടേതായ ചുറ്റുപാടുള്ളവരെ, ഹല്ലേലൂയ, അതുള്ളതായ ആ ചാരിറ്റബിൾ മെന്റാലിറ്റിയിലേക്ക് നമ്മൾ കടന്നു വരണം. ചെറിയ മനുഷ്യന് ചെയ്യുന്നത് ദൈവത്തിന് ചെയ്യുന്നതാണ്, എൻ്റെ യേശുവിന് ചെയ്യുന്നതാണ്. അപ്പോൾ സാക്കായിയുടെ ജീവിതത്തിൽ ഒരു വലിയ മാനസാന്തരം ഉണ്ടായിട്ട് പറയും, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് രക്ഷ എന്ന് പറഞ്ഞാൽ? ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. എന്താണ് ശിക്ഷ എന്ന് പറയുന്നത്? മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, അരുതെന്ന് പറയുന്ന പ്രവൃത്തി ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ ശിക്ഷയായിരുന്നു മരണമെന്ന് പറയുന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. മനുഷ്യനായി ജനിച്ച മനുഷ്യൻ എല്ലാവരും മരിക്കണം. എന്നാൽ ഈ മരണത്തിന് രക്ഷപ്പെടാനായിട്ട് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് യേശു എന്ന മാർഗം മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങളുടെ പ്രസംഗത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത്, തുറക്കപ്പെട്ടൊരു കല്ലറ യെരുശലേമിന്റെ മണ്ണിൽ നിന്നും കിടപ്പുണ്ട്. ആ കല്ലറ തുറന്നു കിടക്കുന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു മരിച്ച യേശുവല്ല, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. യേശു ഉയർത്തെഴുന്നേൽക്കരുത് എന്ന് പറഞ്ഞ് റോമ ഗവൺമെന്റിന്റെ ആ കാവൽ അവിടെ ഏർപ്പെടുത്തുവാനിടയായി തീർന്നു. എന്തിനേറെ പറയുന്നു, അവിടെ ഏകദേശം 1-2 ടണ്ണിലധികം ഭാരമുള്ള ഒരു കല്ല് ഉരുട്ടി മാറ്റിയിട്ട് അതിന്മേൽ ഒരു റോമ ഗവൺമെന്റ് ഇമ്പീരിയൽ മുദ്രയും വെച്ചിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം ഭേദിച്ചുകൊണ്ട് പുറത്തു വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. 500-ൽ പരം ആൾക്കാർക്ക് പ്രത്യക്ഷനായിട്ട് യേശു എല്ലാവരും കണ്ട് 40-ൽ പരം ദിവസങ്ങൾ അദ്ദേഹം വീണ്ടും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് പോയ യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോകുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് യേശു വരാൻ പോകുന്നു എന്നുള്ളതാ. ഹല്ലേലൂയ. എൻ്റെ വളരെ പ്രത്യാശ വളരെയേറെ വർദ്ധിക്കുന്നു. യേശുവിൻ്റെ വരവിന് ചില ലക്ഷണങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ സമയം പറഞ്ഞിട്ടില്ല, അത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അതിനുള്ളതായ സമയങ്ങൾ ഇന്ന് ലോകത്തിൽ പറഞ്ഞു. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ചും കേൾക്കും. അപ്പോൾ ലോകാവസാനം അടുത്തു എന്നുള്ളതായ കാര്യങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, നമുക്കറിയാമല്ലോ, ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളെല്ലാം കുറിക്കപ്പെടുന്നതായ ഒരു വാർത്ത, ഇസ്രയേൽ യുദ്ധം എന്ന് പറയുന്നത്. ഞാൻ യുദ്ധത്തെ സന്തോഷിക്കുന്ന മനുഷ്യനല്ല, യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യനല്ല. യുദ്ധം അവസാനിക്കണം, സമാധാനം
സമാധാനം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാ. എന്നാൽ വേദപുസ്തകം പറയുന്ന പ്രവചനങ്ങൾ ഇന്ന് ലോകത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകം പറയുന്നു, യഹൂദനെ നോക്കിയാൽ യേശു ക്രിസ്തുവിന്റെ വരവ് വാതിക്കലായിരിക്കുന്നു, അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് കാര്യം ഓർക്കണം. അത്തി എന്ന് പറയുന്നത് യഹൂദനെയാണ് കാണിക്കുന്നത്, ഇസ്രായേലിനെയാണ് കാണിക്കുന്നത്. അത്തി മുതലായ എന്ന് പറഞ്ഞാൽ യഹൂദൻ മാത്രമല്ല, ലോകത്തിൽ പഴയ കാലഘട്ടത്തിൽ ചില നാമമാത്രമായ രാജ്യങ്ങൾ മാത്രം ശക്തരായി തീർന്നുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് ചെറിയ രാജ്യങ്ങളും ശക്തിയായിട്ട് വലിയ ലോക ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതായ കാലഘട്ടമാണ്. അത്തി മുതലായ ആ വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ വേനലെടുത്തു എന്ന് പറയണം. വേദപുസ്തകം പറയുന്നു, യഹൂദൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറപ്പെടുമെന്നുള്ളത്. അതുപോലെ തന്നെ യഹൂദൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളും ചിതറപ്പെടുവാണ്ടായി തീർന്നു. നമ്മുടെ കേരളത്തിലും മട്ടാഞ്ചേരിയിലും അവരുടേതായ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് വേദപുസ്തകം പറയുന്നു, അവരെ എല്ലാവരെയും ഞാൻ കൂട്ടിച്ചേർക്കുമെന്ന്. കൂട്ടിച്ചേർക്കും. 1948 യഹൂദൻ ഇസ്രായേൽ എന്ന രാഷ്ട്രം ലോകത്തിൽ നിലനിൽക്കുവാണ്ടായി തീർന്നു. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളതായ എല്ലാവരെയും കൂട്ടിച്ചേർത്തിട്ട് അവിടെ ഒരു ശക്തമായ സാമ്രാജ്യമായിട്ട് ഇന്ന് ലോകത്തിൽ കരുത്തരായിട്ട് അവർ നിൽക്കുകയാണ്. വേദപുസ്തകത്തിന്റെ പ്രവചനം അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. ഈ ലോക രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെ തിരിയുമെന്നുള്ളതായ പ്രവചനമാണ്. അങ്ങനെ അവരുടേതായ പരാജയത്തിന്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത വെളിപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ യുദ്ധങ്ങളും യുദ്ധസ്ഥിതികളും കേൾക്കുമ്പോൾ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്നുള്ളതായ ആ സന്തോഷ വാർത്തയാണ്. യുദ്ധം വരുന്നതോട് സന്തോഷിക്കുന്നത് അതല്ല, ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു വീണ്ടും വരാറായി. ആ യേശു പറയുകയാണ്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ പ്രാപിച്ചിരിക്കുന്നു. പ്രിയ സുഹൃത്തെ, നിങ്ങൾ പള്ളിയിൽ പോകുന്ന വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ബൈബിൾ വായിക്കുന്ന വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ സക്കായിയുടെ ഭവനത്തിൽ വന്നതുപോലെ യേശു നിന്റെ ഭവനത്തിലേക്ക് വന്നിട്ടുണ്ടോ? നിന്റെ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ടോ? യേശു നിന്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും, എൻ്റെ ഉള്ളിൽ വരുന്ന യേശു എന്ന് പറയുന്നത് ഞാൻ സ്നേഹിക്കുന്ന വസ്തുവകകളെക്കാളും ധനത്തെക്കാളും സമ്പത്തിനേക്കാളും ഈ ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ആ നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. ഞങ്ങൾക്ക് പണമുള്ളത് കൊണ്ടല്ല, മറ്റാരും സ്പോൺസർ ചെയ്യുന്നത് കൊണ്ടല്ല. ഞങ്ങൾ പ്രാപിച്ച സന്തോഷത്തെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ദൈവം സമ്മാനിച്ച കൊച്ചു ജീവിതം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കരുത്. നിത്യത സമ്പാദിക്കുവാനായിട്ട് തീരണം. മനുഷ്യന് 3 പാർപ്പിടങ്ങളാണ് ഉള്ളത്. ഒന്ന്, മനുഷ്യൻ അമ്മയുടെ ഉദരത്തിലുള്ളതായ പാർപ്പിടം എന്ന് പറയുന്നത്, അത് 9 മാസവും 9 ദിവസവും 9 വിനാഴികയുമായുള്ളതായ ദിവസങ്ങളാണ്. പിന്നെയുള്ള പാർപ്പിടമാണ് നമുക്കുള്ള ഭൂമി എന്ന് പറയുന്നത്. അത് എത്ര നാളുകളെന്ന് പറയാൻ പറ്റത്തില്ല. 3ാമത്തെ പാർപ്പിടമാണ് ഒന്ന് സ്വർഗം എന്ന് പറയുന്ന പാർപ്പിടം, അല്ലെങ്കിൽ ദുഷ്ടന്മാർ പോകുന്ന നരകം എന്ന് പറയുന്ന സ്ഥലം. അത് ഓപ്ഷനാണ്, 2 ഓപ്ഷനാണ്. നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് അനുസരിച്ചായിരിക്കും നമ്മുടെ 3ാമത്തെ വാസസ്ഥലം എന്ന് പറയുന്നത്. പ്രിയ സുഹൃത്തെ, യേശുവിനെ ഹൃദയം കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ? യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടോ? യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. യേശു പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്താൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. സുഹൃത്തെ, യേശുവിനെ നീ ആലയത്തിൽ പോയി കാണേണ്ട വ്യക്തിയല്ല. യേശു നിൻ്റെ ഹൃദയത്തിലേക്ക്, യേശു നിൻ്റെ ഭവനത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വന്നാൽ മാത്രമേ ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. അബ്രഹാമിൻ്റെ മകനായി തീരുവാൻ, ദൈവത്തിൻ്റെ മകനായി തീരുവാൻ, രക്ഷ പ്രാപിക്കുവാൻ. രക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ, മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മരിച്ചു കഴിഞ്ഞാൽ നിത്യജീവൻ പ്രാപിക്കുമെന്നുള്ള ഉറപ്പ് പ്രാപിക്കുവാൻ എത്ര പേർ തയ്യാറുണ്ട്? അതിനുവേണ്ടി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായ് കൊണ്ട് ഏറ്റുപറയുക, എന്നാൽ നീ രക്ഷിക്കപ്പെടും. പാരമ്പര്യമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. യേശു നിൻ്റെ ഹൃദയത്തിലേക്ക് വരണം. യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വരണം. യേശുവിൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഹൃദയം ഭരിക്കുന്ന രാജാവായി യേശു മാറ്റപ്പെടണം. അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു എന്ന് ആര് തീരുമാനിക്കുന്നു?
യേശു രാജാതിരാജാവായി നിങ്ങളുടെ ഹൃദയത്തിൽ വരട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങൾ രോഗികളായി ഭാരപ്പെടുന്നുണ്ടോ? ഒരുപക്ഷേ നിങ്ങളെ അലട്ടുന്ന എന്ത് പ്രശ്നമായിരുന്നാലും യേശുവിന് വിട്ടുകൊടുക്കൂ. സക്കായിയുടെ ഭവനം ഇന്ന് സന്തോഷത്തിൻ്റെ ഒരു ഭവനമായി മാറി. ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് ഇന്ന് ഇപ്പോഴാ രക്ഷാ ദിവസം, ഇപ്പോഴാ സുപ്രസാദകാലം. നാളത്തേക്കിന് മാറ്റിവെക്കരുത്. നാളത്തെ സമയം എന്താണെന്ന് നമുക്കറിയത്തില്ല. നാളെ ഒരുപക്ഷെ നമ്മുടെ മരണമായിരിക്കാം, ഒരുപക്ഷെ കർത്താവിൻ്റെ വരവായിരിക്കാം. ഇപ്പോൾ തന്നെ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാനായിട്ട് തയ്യാറാകൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ഈ ലഘു സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പലേക ആവർത്തി കർത്താവേ, ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടുണ്ട്, വചനം വായിച്ചിട്ടുണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ട്. എന്നാൽ യേശു ഇതുവരെയും വീട്ടിൽ വന്നിട്ടില്ല. യേശു ഇതുവരെയും എൻ്റെ ഹൃദയത്തിൽ വന്നിട്ടില്ല. യഥാർത്ഥമായ മാനസാന്തരം വന്നിട്ടില്ല. കർത്താവേ, എനിക്ക് വേണ്ടത് നിത്യജീവനാണ്, രക്ഷയാണ് ആവശ്യം. ആ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് ആവശ്യം. അതിനായി എന്നെ സമർപ്പിക്കുന്നു കർത്താവേ. യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നൊരു ലോകരാഷ്ട്രത്തിൻ്റെ ആ സംഭവങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നല്ലോ. കർത്താവേ, ഞങ്ങളുടെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ എന്നെയും സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തിലേക്കൊന്ന് വരണമേ. എൻ്റെ മക്കളും ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാവരും, എൻ്റെ വീടൊടങ്ങും ഒന്നടങ്ങ് രക്ഷിക്കപ്പെടുവാൻ കർത്താവിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വെളിച്ചം, ആ സക്കായിയുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന യേശു എൻ്റെ ഭവനത്തിലേക്കൊന്ന് കടന്നു വരണമേ. അതിനായി എന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഘടനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.